പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശുചിത്വ മിഷനും ജില്ലാ ഭരണകൂടവും സംയുക്തമായി പോളിംഗ് സ്റ്റേഷനുകളിൽ ഹരിത ബൂത്തുകൾ ഒരുക്കി. ഹരിത കർമ്മസേനയുടെ സഹകരണത്തോടെയായിരുന്നു ഇത്. തടി, മുള, ഓല, കയർ തുടങ്ങി പൂർണ്ണമായും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് ബൂത്ത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഹരിതചട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സൗജന്യ ലഘുലേഖയും ബൂത്തിൽ ഒരുക്കിയിരുന്നു. ജൈവ അജൈവ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കൽ, ബിന്നുകൾ യഥാസമയം കാലിയാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പ്രകൃതി സൗഹൃദ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കണമെന്നാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഹരിത മാർഗനിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും മാതൃക ഹരിത ബൂത്ത് സഹായകരമാകുമെന്ന് കറുകച്ചാൽ ചമ്പക്കര ശാരദ വിദ്യാമന്ദിരത്തിലെ പോളിംഗ് ബൂത്തിലെ ഹരിത ബൂത്ത് സന്ദർശിച്ച ശേഷം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ഇവിടെ 109-ാം ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. കറുകച്ചാൽ പഞ്ചായത്ത് ഹരിത കർമ്മസേനയാണ് ഹരിത ബൂത്ത് ഒരുക്കിയത്. കറുകച്ചാൽ പഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ ഈ ബൂത്തിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും സ്ലിപ്പുകൾ നമ്മുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുവരാറുണ്ട്, അവരുടെ ഐഡന്റിറ്റി അറിയുന്നതിന് വേണ്ടി. അപ്പോൾ സ്വാഭാവികമായി തന്നെ എന്നിട്ട് അത് വേസ്റ്റായിട്ട് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മുഴുവൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പോ വെച്ചിട്ട് അതിൽ കളക്ട് ചെയ്യുക എന്നുള്ള വളരെ നല്ലൊരു സന്ദേശമാണ് സുഹൃത്തിൽ. തീർച്ചയായിട്ടും ഞാൻ വളരെ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുന്നു. ഹരിത കർമ്മസേനയുടെ ഏറ്റവും മാതൃകാപരമായൊരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ വോട്ട് ചെയ്യാൻ വന്നത് ഈ ബൂത്തിലാണ്. ഈ ബൂത്തിൽ കടന്നു വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് പ്രത്യേകമായ എല്ലാവിധ അഭിനന്ദനങ്ങളും.